മൈക്രോ ഗ്രീൻസ്, ചെറിയ ഇലകൾ, വലിയ പോഷകം. ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണജ യു. ഇന്ന് നമ്മുടെ വീടുകളിലും കഫേകളിലും ഹോട്ടലുകളിൽ പോലും പതിവായി കാണുന്ന ഈ കൊച്ചു ഇലകൾ വെറും അലങ്കാരമല്ല. അതിൻ്റെ ഓരോ ഇലയും അത്യധികം പോഷകശക്തിയുള്ള ഒരു ലൈഫ് സപ്ലിമെൻ്റ് ആണ്. മൈക്രോ ഗ്രീൻസ് എന്താണ്, അവയുടെ പോഷക പ്രാധാന്യം, ഏത് വകഭേദങ്ങൾ വീട്ടിൽ എളുപ്പം വളർത്താനാകുമെന്നും ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും എപ്പോൾ വിളവെടുക്കണം, വിളവ് എത്ര ലഭിക്കും എന്നിവയെല്ലാം ചുരുക്കത്തിൽ നോക്കാം. മൈക്രോ ഗ്രീൻസ് എന്ന ഈ ട്രെൻഡ് കോവിഡ് കാലഘട്ടത്താണ് ഇത്രയധികം ശ്രദ്ധ നേടിയതെങ്കിലും ഇതിൻ്റെ ഉപയോഗം പല ആയിരം വർഷങ്ങൾക്ക് മുൻപ് തൊട്ടേ ചൈനയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഉള്ളതായി കണ്ടുവരുന്നു. അപ്പോൾ എന്താണ് ഈ മൈക്രോ ഗ്രീൻസ്? മൈക്രോ ഗ്രീൻസ് എന്നത് സാധാരണ പച്ചക്കറികളിലും ധാന്യങ്ങളിലും ഔഷധ സസ്യങ്ങളിലും മുളപ്പിച്ചിട്ട് 7 മുതൽ 21 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ട്രൂ ലീവ്സ് എന്ന് പറയുന്ന ഇലകൾ വന്നു തുടങ്ങി അതിനുശേഷം വിളവെടുക്കുന്ന കൊച്ചു ചെടികളാണ്. ഇത് മുളച്ച വിത്തുകളല്ല, എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ പച്ചക്കറിയുമല്ല. ഇരുവർക്കും ഇടയിൽ വരുന്ന ഏറ്റവും പോഷക സമൃദ്ധമായ വളർച്ചാഘട്ടമാണ്. മിക്കവാറും ട്രേകളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും കൊക്കോ പീറ്റ് പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ചും വളരെ ചെറിയ സ്ഥലത്ത് തന്നെ വളർത്താനാവുന്നതാണ് ഈ മൈക്രോ ഗ്രീൻസ്. അടുത്തതായി ഇതിൻ്റെ പോഷക പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മൈക്രോ ഗ്രീൻസ് അതിൻ്റെ ചെറിയ വലിപ്പത്തേക്കാൾ 4 മുതൽ 40 മടങ്ങ് വരെ കൂടുതൽ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഉള്ളതുണ്ട്. ഇതിൻ്റെ പ്രധാന പോഷകങ്ങൾ എന്ന് പറയുന്നത് വിറ്റാമിൻ എ, സി, ഇ, കെ, പിന്നെ ഫോളേറ്റുകൾ, കാൽസ്യം, ഇരുമ്പ്, ഫോളിക് ആസിഡുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ചെറിയ അളവിൽ പ്രോട്ടീനും എൻസൈമുകളും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിലെ മെറ്റബോളിസം, പ്രതിരോധശേഷി, ഹൃദയാരോഗ്യം, എല്ലുകളുടെ ആരോഗ്യം, ചർമ്മം, കണ്ണ് എന്നിവയ്ക്കും സഹായകരമാണ്. എന്തുകൊണ്ടാണ് ഈ മൈക്രോ ഗ്രീൻസ് ഇത്രയേറെ ജനപ്രിയമാകുന്നത്? ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇവ 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ വേഗത്തിൽ വിളവുണ്ടാക്കും, വെള്ളവും സ്ഥലവും കുറച്ച് മതിയാകും, വീടിനകത്ത് വെച്ചും വളർത്തിയെടുക്കാം, രാസവളങ്ങളോ കീടനാശിനികളോ ഇതിന് വേണ്ട, രുചിയും നിറവും ഭക്ഷണത്തിൽ കൂടും, ചെറു വ്യാപാരികൾക്കും യുവജനങ്ങൾക്കും വീട്ടമ്മമാർക്കും നല്ല വരുമാന മാർഗമാണ്. ഇനി വളർത്താൻ അനുയോജ്യമായ ഇനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. പച്ചക്കറി അല്ലെങ്കിൽ ചീര വിഭാഗത്തിൽപ്പെട്ട ലെറ്റ്യൂസ്, സ്പിനാച്ച്, ചുവന്ന ചീര, കടുക്, ഉലുവ, ഗാർഡൻ ക്രസ് ഇവയെല്ലാം അനുയോജ്യമാണ്. ബ്രാസിക്ക കുടുംബം ഇതാണ് ഏറ്റവും പോഷക സമൃദ്ധമായ ഫാമിലി. ഇവയിൽ പെടുന്ന ബ്രൊക്കോളി, കെയിൽ, കാബേജ്, മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ്, കോളിഫ്ലവർ, ടേർണിപ്പ് എന്നിവയെല്ലാം ഉപയോഗിക്കാം. പയറുവർഗ്ഗത്തിൽപ്പെടുന്ന ചെറുപയർ, വൻപയർ, ഗ്രീൻ പീസ്, സുഗന്ധ ചെടികളായ മല്ലി, തുളസി, ഡിൽ, പുതിന, പാസ്ലി, സ്പെഷ്യൽ ഇനങ്ങളായ സൺഫ്ലവർ, ബക്വീറ്റ്, ബീറ്റ്റൂട്ട്, ചിയ ഇവയുടെ വിത്തുകളെല്ലാം മൈക്രോ ഗ്രീൻസ് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ഇവയെ വളർത്തുന്ന വിധമാണ്. സാധാരണ രീതിയിൽ എങ്ങനെ ഒരു മൈക്രോ ഗ്രീൻസിനെ വീട്ടിൽ വളർത്തിയെടുക്കാമെന്ന്. അധികം ആഴമില്ലാത്ത പരന്ന ട്രേകളിൽ ചെറിയ പാത്രങ്ങളിലോ ഇത് നട്ടു വളർത്താവുന്നതാണ്. കൊക്കോ പീറ്റ് പോട്ടിംഗ് മിക്സ് 1 മുതൽ 1.5 ഇഞ്ച് കനത്തിൽ നിറയ്ക്കുക. വിത്ത് ഒരേപോലെ കട്ടിയായി എല്ലായിടത്തും പാകുക. വെള്ളം തളിച്ച് 1-2 ദിവസം മുളയ്ക്കാനായി മൂടി വയ്ക്കുക. മുള വന്നു കഴിഞ്ഞാൽ മൂടി മാറ്റി പ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുക. ദിവസം നേരിയ അളവിൽ വെള്ളം തളിക്കുക. 5 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ വളരുമ്പോൾ കത്രിക കൊണ്ട് മുറിച്ച് വിളവെടുക്കുക. എപ്പോഴാണ് ഇവ വിളവെടുക്കാൻ ശരിയായ സമയം? മിക്കവാറും ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ, അതായത് 7 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ ഓരോരോ ഇനത്തിനനുസരിച്ചും, ചിലത് 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ വിളവെടുക്കാനാവും. ചില വിത്തുക്കൾ ഒരു 2 ആഴ്ച വരെ സമയം വേണ്ടി വരും. അതായത്
ആദ്യത്തെ ഇലകൾ ആയ കോട്ടിലിഡൻസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇലയായ ട്രൂ ലീവ്സ് എന്ന് പറയുന്ന ഇലകൾ വന്ന് 2 ഇലകൾ കഴിഞ്ഞ് 3-4 ഇലകൾ വന്നതിന് ശേഷം ഏകദേശം ചെടിയുടെ ഒരു ഉയരം എന്ന് പറയുമ്പോൾ 5 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് തണ്ടുകൾ മൃദുവും ഉറപ്പുള്ളതുമായിരിക്കണം. ഇങ്ങനെ വിളഞ്ഞ ചെടികളെ വേര് പിടിച്ച് പറിക്കാതെ മണ്ണിന് മുകളിൽ വെച്ച് കത്രിക കൊണ്ട് മുറിക്കണം. അടുത്തതായി ഇതിൻ്റെ വിളവ് എങ്ങനെ എന്ന് നോക്കാം. മൈക്രോ ഗ്രീൻസിന് വളരെ നല്ല വിളവ് ലഭിക്കും. അതായത് 1 കിലോ വിത്തിൽ നിന്ന് 7 മുതൽ 10 കിലോ വരെ മൈക്രോ ഗ്രീൻസ് ലഭിക്കും. ഇത് ഇനത്തിനനുസരിച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ചെറിയ ട്രേകളിൽ അതായത് 100 ഗ്രാം വിത്ത് ആണ് നമ്മൾ പാകുന്നതെങ്കിൽ 700 മുതൽ 90 ഗ്രാം വരെ വിളവ് ലഭിക്കുന്നതാണ്. ബ്രൊക്കോളി, സൺഫ്ലവർ പോലുള്ള ഇനങ്ങളാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും നല്ല വില ലഭിക്കുന്നത്. പലരുടെയും സംശയമുണ്ടാവും, എങ്ങനെയാണ് ഇവയെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതെന്ന്. പച്ചയായിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ പോഷക ഗുണങ്ങൾ നമുക്ക് മുഴുവനായി കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗം. അതായത് സാലഡുകളിലോ സാൻഡ്വിച്ചുകളിലോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന റാപ്പുകളിലോ അല്ലെങ്കിൽ ഓംലെറ്റിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ടോ ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സ്മൂത്തി അല്ലെങ്കിൽ ചട്നി, തൈര്, മോര് എന്നിവ മുകളിലൊക്കെ നമുക്ക് ഇതിനെ പച്ചയായിട്ട് തന്നെ ഉപയോഗിക്കാം. എന്നാൽ ചെറിയ രീതിയിൽ പാചകം ആവശ്യമായിട്ടുള്ള വിഭവങ്ങളായ സൂപ്പിൽ നമുക്കിതിനെ അവസാനത്തിൽ ചേർക്കാം, ഉപ്പുമാവിൽ ചേർക്കാം, ദോശ, ഊത്തപ്പം, ഇടിയപ്പം ഇതിലെല്ലാം നമുക്ക് ടോപ്പിംഗ് ആയി ഉപയോഗിക്കാം. സാമ്പാറിൽ വിളമ്പുന്നതിന് തൊട്ട് മുൻപേ ചേർക്കാം. സ്റ്റിർ ഫ്രൈകളായിട്ടുള്ള വെജിറ്റബിൾസ് ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിലും ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇവയെ നമ്മൾ ചപ്പാത്തി, പൂരി എന്നിവ ചെയ്യുമ്പോൾ അതിൻ്റെ മാവിൽ കലർത്തി ഉപയോഗിക്കാവുന്നതാണ്. കട്ട്ലറ്റ് ഉപയോഗിക്കുന്ന മാവിൽ ഇതേ മിശ്രിതമായി ചേർക്കാം. പാസ്ത, നൂഡിൽസ് എന്നിവയിലും ചേർത്ത് കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം ഉണ്ടാക്കാൻ പറ്റും. ഫ്രൂട്ട് സ്മൂത്തികളിലും ചേർക്കാവുന്നതാണ്. മിക്കവാറും മൈക്രോ ഗ്രീൻസുകൾക്ക് വളരെ നേരിയ രുചികൾ മാത്രമായതുകൊണ്ട് ചേർക്കുന്ന വിഭവങ്ങളിൽ ഇവ കാര്യമായ രുചി വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നതില്ല. ഇനി ഇവയെ ആരോഗ്യത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുന്നു, ഉയർന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഏജിങ് കുറയ്ക്കുന്നു, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്, ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ. ഇനി ഇതിൻ്റെ ചില സുരക്ഷാ മുൻകരുതലുകൾ ശ്രദ്ധിക്കാം. ശുദ്ധവും രാസകീടനാശിനികൾ ഇല്ലാത്തതുമായ വിത്തുകൾ മാത്രം ഉപയോഗിക്കുക. ശുദ്ധമായ ട്രേയും മാധ്യമങ്ങളും ഉപയോഗിക്കുക. പൂപ്പൽ വന്നിട്ടുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കരുത്. വിളവെടുത്താൽ 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കുന്നു. ശുദ്ധജലത്തിൽ കഴുകി വെള്ളം ഊറ്റി പാത്രത്തിൽ സൂക്ഷിക്കുക. കർഷകർക്കും യുവ സംരംഭകർക്കും അവസരങ്ങൾ ഏറെയാണ്. മൈക്രോ ഗ്രീൻസ് ചെറിയ നിക്ഷേപത്തിൽ ആരംഭിക്കാവുന്ന വേഗത്തിൽ ലാഭം നേടുന്ന ഒരു സംരംഭമാണ്. ഇതിൻ്റെ ചിലവ് വളരെ കുറവേ ഉള്ളൂ. 10 മുതൽ 12 ദിവസത്തിലൊരിക്കൽ വിളവെടുക്കാനാകും. ഹോട്ടലുകൾ, കഫേകൾ, ഹെൽത്ത് ഷോപ്പുകൾ എന്നിവയിൽ സ്ഥിരം ആവശ്യകത കൂടുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ഡീഹൈഡ്രേറ്റഡ് മൈക്രോ ഗ്രീൻസ് പൗഡർ, റെഡി ടു ഗ്രോ മൈക്രോ ഗ്രീൻ കിറ്റ്സ്, മൈക്രോ ഗ്രീൻസ് സാലഡ്സ് ഇതെല്ലാം ഇന്ന് നമ്മൾ കണ്ടുവരുന്ന വിഭവങ്ങളാണ്. കിച്ചൺ ഗാർഡൻ, അപ്പാർട്ട്മെന്റ് ബാൽക്കണി, ടെറസ് എവിടെയും ഇവയെ തുടങ്ങാനാകും. അതുകൊണ്ട് തന്നെ മൈക്രോ ഗ്രീൻസ് നമ്മെ പഠിപ്പിക്കുന്നത് ആരോഗ്യം ലഭിക്കാൻ വലിയ സ്ഥലമോ വലിയ ചെടിയോ വേണ്ട. ഒരു ചെറിയ ഇല പോലും വലിയ മാറ്റം സൃഷ്ടിക്കും. നമ്മുടെ അടുക്കള ജാലകത്തോട് ചേർന്നൊരു ചെറിയ ട്രേ, കുറച്ച് വിത്തുകൾ, ഒരു ആഴ്ച പിന്നിട്ടാൽ പച്ച പിടിച്ച പോഷക സമൃദ്ധമായ സ്വയം വളർത്തിയ മൈക്രോ ഗ്രീൻസ് തയ്യാറായിരിക്കും. നമ്മുടെയൊക്കെ ആരോഗ്യത്തിനും കുടുംബങ്ങളുടെ ഭക്ഷണക്രമത്തിനും യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾക്കും മൈക്രോ ഗ്രീൻസ് ഒരു പുതിയ വഴിയൊരുക്കുന്നു. നന്ദി, നമസ്കാരം. മൈക്രോ ഗ്രീൻസ്, ചെറിയ ഇലകൾ, വലിയ പോഷകങ്ങൾ. ഈ ആശയത്തെക്കുറിച്ച് ഇതുവരെ നമ്മോട് അറിവുകൾ പങ്കുവച്ചത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ